തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളിലൊന്നാണ് ആക്കുളം കായൽ. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്താണ് കായൽ. നഗരമാലിന്യങ്ങൾ പകുതിയും ഒഴുകിയെത്തുന്നത് ഈ കായലിലേക്കാണ്. ഒരു കാലത്ത് നഗരത്തിലെ ആളുകൾ പോലും ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ആ സ്ഥിതി മാറി. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു, മത്സ്യസമ്പത്തുകളും ഇല്ലാതായി, കയ്യേറ്റം വലുതായി കൂടി, സമീപത്തെല്ലാം വലിയ ഫ്ലാറ്റുകളും ഉയർന്നു കഴിഞ്ഞു. ഇന്ന് ആക്കുളം കായൽ രേഖകളിൽ മാത്രമാണ്. രാജഭരണകാലത്തിൻ്റെ പ്രൗഢിയും പേറി പാർവതി പുത്തനാറും ആമയിഴഞ്ചാൻ തോടും ഒഴുകിയെത്തിയിരുന്നത് ആക്കുളം കായലിലായിരുന്നു. നഗരത്തിൽ വയലുകളുണ്ടായിരുന്ന കാലം. വയൽ നികത്തി നിർമ്മാണങ്ങൾ തുടങ്ങിയതോടെ മാലിന്യം തോട്ടിലേക്കൊഴുകി. ജനസാന്ദ്രത ഏറാൻ തുടങ്ങിയതോടെ ഒഴുക്കിവിടുന്ന മാലിന്യങ്ങളുടെ അളവും കൂടി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആക്കുളം കായലിൻ്റെ ഒഴുക്ക് നിലച്ചു. വെള്ളത്തിൻ്റെ നിറം കറുപ്പായി. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതോടെ മത്സ്യസമ്പത്തും ഇല്ലാതായി. നഗരത്തിലെ കുടിവെള്ള പദ്ധതിക്കായി ആക്കുളം കായലിനെ പരിഗണിച്ച ഒരു ഭൂതകാലവും ഉണ്ടായിരുന്നു. നമ്മൾ ആക്കുളം ലേക്കാണ് ഇത്രയും ഫാക്ടറി ഒന്നുമില്ലാത്ത ഒരു ആക്കുളം ലേക്കിൽ ഇത്രയും മാലിന്യം എങ്ങനെ വന്നു? അത് മനുഷ്യൻ്റെ വിസർജ്യവും ഈ ഓരോ ഫ്ലാറ്റുകളുടെയും വീടുകളുടെയും എല്ലാ സ്ഥലങ്ങളിലുള്ള എല്ലാ മാലിന്യവും വന്ന് ചേരുന്ന ഒരു സ്ഥലമായിട്ട് ഈ സാധനം മാറി. അതിൻ്റെ ഏറ്റവും ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2-3 ഇവിടുത്തെ ജലാശയങ്ങളുടെ പേര് പറഞ്ഞാൽ, ഒന്ന് തെറ്റിയാറ്, ഒന്ന് പാർവതി പുത്തനാറ്, 3 എന്ന് പറയുന്ന ആമഴിച്ചാൻ തോട്. ഈ 3 സാധനം ഇന്ന് നമ്മളുടെ ഒരു മാലിന്യവാഹിനിയിലാണ്. ഈ 3 മാലിന്യവാഹിനികളായിട്ട് വന്നിരിക്കുന്ന ഈ ചെറിയ പുഴകളും വന്ന് ചേരുന്നത് അവസാനിക്കുന്നത് നമ്മൾ ഈ ആക്കുളം ലേക്കിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഈ 3 സാധനത്തിൻ്റെയും മാലിന്യം എന്ന് പറയുന്നത് സാധാരണ PPM ഒരു 0 വരേണ്ട PPM വരേണ്ട പല മാലിന്യങ്ങളും വളരെ വലിയ തോതിലാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം 12,000-ന് മേലെ PPM മാലിന്യം പലതരത്തിലുള്ള ഈ കോളിയുടെയും മറ്റ് പലതരത്തിലുള്ള ഇതിൻ്റെയും എല്ലാം ഇവിടെ COD എല്ലാം കണ്ടൻറ്റ് കൂടുതലാണ്. മാലിന്യം ഒഴുക്കിവിടുന്നതിനൊപ്പം കായൽ കയ്യേറ്റവും ആരംഭിച്ചു. നികത്തിയ ഭൂമിയിൽ കെട്ടിട സമുച്ചയങ്ങൾ പണിതുയർത്തി. നടപടിയെടുക്കേണ്ടവർ കയ്യേറ്റക്കാർക്കൊപ്പം കൂടി. കായൽ നികത്തിയ ഭൂമിയിൽ കെട്ടിടങ്ങൾ പണിതുയർത്താൻ അനുമതിയും നൽകി. കായൽ നികത്തിയതിന് പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കാലാകാലമായി വേസ്റ്റുകൾ വന്ന് ഇറങ്ങി നികന്നു. പിന്നെ സമീപം താമസിച്ചിരുന്ന ഉടമസ്ഥരും ഈ സ്ഥലങ്ങളൊക്കെ കയ്യേറിയിട്ടുണ്ട്. ഈ കയ്യേറ്റത്തെ പറ്റി തന്നെ ഞാൻ ഒരുപാട് പേപ്പറുകൾ കൊടുത്തു. ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചീഫ് സെക്രട്ടറിക്ക് അയച്ച ഒരു പേപ്പറുണ്ട്. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് കണ്ട ഒരു മറുപടി ഒന്ന് നോക്കിയെടുക്കണം. ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ഉള്ളൂർ വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആക്കുളം വേളി കായൽ എന്ന് പറയുന്ന 3 പഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ്. പഴയ വില്ലേജ് ആറ്റിപ്പറ, കടകംപള്ളി, ചെറുവയ്ക്കൽ. ഉള്ളൂർ വില്ലേജുമായി ഈ കായലിന് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് അതുപോലും അറിഞ്ഞൂടാത്ത റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഭരണം നടത്തുന്നത്. ഈ കയ്യേറ്റങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ അവർ യാതൊരു നടപടിയും രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തിൻ്റെ പുറത്താണ് പലരും കയ്യേറിയത് നടപടി സ്വീകരിച്ചത്. കായൽ സംരക്ഷണത്തിന് വിഭാവനം ചെയ്തത് വലിയ പദ്ധതികളായിരുന്നു. ഒന്നും നടപ്പായില്ല. സംരക്ഷണത്തിന് വേണ്ടി ആസൂത്രണം ചെയ്ത പദ്ധതികൾ കേവലം വാണിജ്യ കണ്ണോടെയായിരുന്നു. 200 കോടി മുതൽ മുടക്കി കായൽ വിനോദ പദ്ധതിക്ക് ആലോചന തുടങ്ങിയപ്പോഴേ നിലച്ചു. സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പഠനങ്ങളും അശാസ്ത്രീയമായിരുന്നു. ആക്കുളം കായൽ നവീകരിക്കാനായിട്ട് മുൻപോട്ട് വരുന്നവരെല്ലാവരും അവർക്ക് മറ്റ് മോണിറ്ററി ബെനിഫിറ്റ്സ്, അത് ആരാണെങ്കിലും മണൽ, മുമ്പത്തെ കാര്യങ്ങൾ പരിശോധിച്ചറിയാം, നല്ല സ്വർണ്ണ നിറത്തിലുള്ള മണലാണ് ആക്കുളം കായലിൻ്റെ അടിയിലുള്ളത്, അതായത് വെള്ളത്തിൻ്റെ നേരെ താഴെ ഉള്ളത്. അപ്പോൾ അതെല്ലാം നവീകരണത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ ഒരുപാട് സ്കാം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ പൂർവ്വകാല അറിവ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ സുതാര്യമായ ഒരു സംവിധാനത്തിലൂടെ ആക്കുളം കായൽ നവീകരിക്കുക. അത് ഒരു ഫിസിക്കലി ഒരു മെയിൻ്റനൻസ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെളി വാരുക, ആ പോള നീക്കം ചെയ്യുക, ആക്കുളം കായലിലേക്ക് വരുന്ന ജലപ്രവാഹത്തെ ഒന്നുകിൽ
വെള്ളം ഏതുവഴിയാണോ കായലിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ ശുദ്ധീകരണ സംവിധാനങ്ങൾ വെക്കുക. ഇന്നത്തെ കാലത്ത് അതൊക്കെ നമുക്ക് പറയുന്നത് പോലെ തന്നെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരുപാട് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങളും പുതിയ ശാസ്ത്രീയമായിട്ടുള്ള രീതികളുമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രം ആക്കുളം കായലിനെ സംരക്ഷിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും അറിവും. മഴക്കാലമാകുന്നതോടെ ആക്കുളം കായൽ വഴി കടലിലേക്ക് ഒഴുകിയെത്തുന്ന മാലിന്യത്തിൻ്റെ അളവ് ചെറുതല്ല. തീരവാസികൾക്ക് പോലും ദുരിതം സമ്മാനിച്ചാണ് ആക്കുളം കായലും വേളിക്കായലും ഒന്നിച്ചൊഴുകി കടലിലെത്തുന്നത്. മാലിന്യത്തിൻ്റെ വൻ നിക്ഷേപങ്ങളായി തീരം മാറുന്നു. ആക്കുളം കായലിൻ്റെ വികസനത്തിനായി വൻകിട പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഗോവ മോഡൽ വികസനം, അതായത് കാസിനോ വരെ. ഒന്നും നടപ്പായില്ല. ഒന്നും നടപ്പാകുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ആക്കുളം കായലിൻ്റെ തീരത്തു നിന്നും ഷാൻ ജയസിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.